ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിലെ ജഡ്ജ് പാനലിലേക്ക് ഗായകൻ എം ജി ശ്രീകുമാറിനെ തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആരാധകർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിരവധി ചർച്ചകൾക്കും കൂടി ആലോചനകൾക്കും ശേഷമാണ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പരിപാടിയുടെ റേറ്റിംഗ് ഉയർന്നുള്ള തരത്തിലുള്ള ജഡ്ജായിരുന്നിട്ടും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നതിനും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിൻ്റെയും എല്ലാ ഭാഗമായിട്ടാണ് ഗായകനായ എം ജി ശ്രീകുമാറിനെ മാറ്റിയിരിക്കുന്നത്. എങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളെല്ലാം പോകുന്നത് മറ്റൊരു തരത്തിലാണെന്ന് എം ജി ശ്രീകുമാർ ഷോയിൽ എത്തുന്ന കുട്ടികളോട് വളരെ വ്യത്യസ്തമായ തരത്തിലാണ് പെരുമാറിയതെന്നും എല്ലാവരെയും ഒരുപോലെ കാണാൻ പാർഷ്വാലിറ്റി കാണിച്ചതാണ് വിനയായത് എന്നൊക്കെയാണ് ഇപ്പോൾ പരക്കുന്നത്. ആത്മാർത്ഥമല്ലാത്ത സീസൺ 5-ലെ വിജയികളെ പ്രഖ്യാപിച്ചതുപോലും അത്തരം ഒരു പാർഷ്വാലിറ്റിയുടെ പുറത്താണെന്ന് പറയുന്നവരുമുണ്ട്. മികച്ച നിരവധി കുരുന്നുഗായകരെ പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ടോപ്പ് സിംഗർ. 2 ആഴ്ച മുമ്പാണ് ഷോയുടെ 5ാം സീസൺ അവസാനം കുറിച്ചത്. അതിനു പിന്നാലെ 6ാം സീസൺ ആരംഭിക്കുകയും ചെയ്തു. എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണവും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഇവർ തന്നെയായിരുന്നു. എന്നാൽ ഷോയുടെ 5ാം സീസണിന് അവസാനം കുറിച്ച സമയത്ത് ഷോയുടെ ജഡ്ജി പാനലിൽ നിന്നും ഗായകനായ എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു. ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് പേരാണ് ഗായകനായ ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇത് തിരക്കിലെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വീങ്ങുന്ന വേദനയിലാണ് എം ജി ശ്രീകുമാർ പ്രതികരിച്ചത്. എം ജി സാർ, ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. ഇല്ല, ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക്. പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. പക്ഷെ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതല്ലേ, പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ? അവർ വിളിക്കട്ടെ, അവർ വിളിച്ചാൽ ഉറപ്പായി ഞാൻ പോകാമെന്നാണ് വേദനയോടുകൂടെ പ്രേക്ഷകരോടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എം ജയചന്ദ്രനും ബാലകൃഷ്ണനും ഗായിക ആരാധ്യ ദയാലുമാണ് ജഡ്ജി പാനലിൽ ഇരിക്കുന്നത്. എങ്കിൽ എം ജി സാറിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പലരും വീഡിയോകളിൽ താഴെ അഭ്യർത്ഥിക്കുന്നത്. ടോപ്പ് സിംഗർ 5-ന്റെ പിന്നാലെ എപ്പിസോഡിലാണ് ഗായകൻ എം ജി ശ്രീകുമാറിന്റെ പ്രേക്ഷകർ അവസാനമായി കണ്ടത്. അന്ന് വിജയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അണിയിച്ചതെല്ലാം എം ജി ശ്രീകുമാർ ആയിരുന്നു. തൃശൂർ സ്വദേശി സേബാമുൻ 2ാം സ്ഥാനവും കോഴിക്കോട് സ്വദേശി ആർജിതയും കൊല്ലം സ്വദേശി ദേവതീർത്ഥിയും ഒക്കെയാണ് തൊട്ടുപിന്നിലുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിയത്. നടൻ ദിലീപായിരുന്നു ഇവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചത്. അതേസമയം ഷോയിലെ എം ജി ശ്രീകുമാറിന്റെ പ്രശസ്തമായ ഡയലോഗായിരുന്നു അടിമോനെ പൂക്കുറ്റി എന്നത്. അതേറെ വൈറലാവുകയും ആ 2 വാക്കുകൾക്കിടയിലെ സന്തോഷവും ആവേശവും ഒക്കെ പ്രേക്ഷകരെ സന്തോഷത്തിൽ ആഴ്ത്തുകയും മാത്രമല്ല, മത്സരാർത്ഥികളായ കുട്ടികളോട് അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സ്യവും ശ്രദ്ധ നേടുന്നതായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.